PMCയുമായിട്ട് ബന്ധപ്പെട്ട MOU എന്താണെന്നോ അതിലൊപ്പിടുമ്പോൾ കേരളത്തിന് കിട്ടിയ വാഗ്ദാനം എന്താണെന്നോ ഇത്തരം കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുട്ടിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, LDF ഓരോ പാർട്ടിക്കും അറിയാൻ അവകാശമുണ്ട്. LDF ഗവൺമെൻറ് അങ്ങേ അറ്റത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കാളിയാകുമ്പോൾ ആ ഉടമ്പടി എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട്. അതറിയാനും അറിയിക്കാനുമുള്ള വേദിയാണ് LDF, അതിൻ്റെ സമിതികൾ. അവിടെ ഒന്നും ഇതേപ്പറ്റി ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല LDF എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് പോകേണ്ടത്. LDFനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിൻ്റെ ഒരു സംവിധാനമായിട്ടല്ല, 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിൻ്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനെ കാണുന്നത്. LDF ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിയതമായ ദൗത്യം പൂർത്തീകരിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ പക്ഷമാണ്. ആ ദൗത്യത്തിൻ്റെ കാതലാണ് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ. ആ ബദലിനാവശ്യമായ പരിപാടി, ആ ബദൽ കാഴ്ചപ്പാടും ആ പരിപാടിയുമാണ് LDFനെ വ്യത്യസ്തമാക്കുന്നത്. അതാണ് LDFൻ്റെ മഹത്വം. ആ മഹത്വത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും എല്ലാ അംശങ്ങളും ആരെയേക്കാളും ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ, വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെൻറ് പങ്കാളിയാകുമ്പോൾ, ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിൻ്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല.